കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ 26 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ റോയ് തോമസിന് യാത്രയയപ്പ് നൽകി. തൃശൂർ ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ സുവി ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട ആൾക്കാർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോകുമ്പോൾ അവരോടൊപ്പം വന്ന് കുറച്ച് സമയം ചെലവഴിക്കുക എന്നതാണ് എൻ്റെ നോട്ടത്തിൽ ഈ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ റോയ് തോമസ് എന്ന ലക്കുള്ള ആളാണ്. കാരണം അദ്ദേഹം വളരെ ഭൂരിപക്ഷ സമയവും സ്വന്തം ജില്ലയിൽ തന്നെയാണ് ജോലി ചെയ്തിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ലേ റോയ്? അത് തന്നെയാണ് റോയ് തോമസ്. അദ്ദേഹം പറഞ്ഞ STO സ്റ്റേഷൻ ഓഫീസർ പറഞ്ഞതുപോലെ കാരണം പൊതുവേ ഒരു ശാന്തനായിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം ഞാനിവിടെ പലപ്പോഴും ഈ സ്റ്റേഷൻ വിസിറ്റ് വന്നിട്ടുണ്ടെങ്കിലും മുന്നിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ല അല്ലേ. വിജിലൻസ് ആയതുകൊണ്ട് രഹസ്യമായി ഇങ്ങനെ അന്വേഷണം ഞാൻ വല്ല അഴിമതി നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ അഴിമതി നടത്തുന്നുണ്ടോ എന്നുള്ള പരിശോധിക്കാൻ വേണ്ടി രഹസ്യമായി എന്നിൽ നിന്ന് മാറിയുന്നതാവാം. പക്ഷേ ഞാനങ്ങനെ ആദ്യം കണ്ടില്ല. ഞാനിവിടെ സാധാരണ വരുമ്പോൾ കാണുന്നതല്ലാതെ അവിടെ ഇരിക്കുന്ന വീശ അതൊരിക്കലും മറക്കാൻ പറ്റാത്ത പലപ്പോഴും കാണുന്ന ആളൊക്കെയാണ്. എന്തായാലും വളരെ ഫാമിലി നേരത്തെ കാണുന്നതിൻ്റെ മുന്നിൽ വളരെ ഐശ്വര്യമായ ഫാമിലിയും വളരെ സന്തോഷത്തോടെ ആണ് കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. വീട്ടിലിങ്ങനെ ആയിരിക്കുമെന്ന് തോന്നുന്നു അല്ലേ? ശബ്ദമാണ് എപ്പോഴും സൈലന്റ്. ഓക്കെ, കുട്ടികൾ അങ്ങനെ ആയിരിക്കില്ലല്ലോ അല്ലേ? നിങ്ങൾ എന്തെല്ലാം ചിരിക്കുന്നുണ്ട്, അതിൻ്റെ അർത്ഥം കുറച്ച് ആക്റ്റീവ് ആയിരിക്കും തോന്നുന്നു. അങ്ങനെ ആയിരിക്കട്ടെ, കുറേയൊക്കെ അടിച്ചുപൊളിച്ചൊക്കെ ജീവിക്കുക. ഈ നമ്മുടെ ഈ ഫയർഫോഴ്സ് എന്നുള്ള ഒരു ഫോഴ്സാണ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ചങ്ങലയ്ക്കകത്തൂടെ ആയിരിക്കും നമ്മൾ ഓരോ മൂവ്മെൻറ്റ്സും ചെയ്യുന്നത്. നമ്മുടെ എല്ലാ കാര്യത്തിലും ചില വിലക്കുകളുണ്ടാവും. നമ്മളെ ഡ്രസ്സിങ്ങിന് പോലും ചില പരിമിതികളുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ടീഷർട്ടുകളോ മറ്റ് സംഗതികളോ ഒന്നിട്ടുണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല. യൂണിഫോം കൃത്യമായി ധരിക്കുക അല്ലേ. നമ്മുടെ പുറത്തുള്ള ആക്ടിവിറ്റീസൊക്കെ നിരീക്ഷിക്കപ്പെടും. നല്ല കാര്യങ്ങളിൽ മാത്രം പ്രവർത്തിക്കേണ്ടി വരും. നമുക്ക് തോന്നിയ പോലെ മതിലയാടിയെന്ന് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇടിച്ച് കയറി സിനിമാ പോകുമ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല. എല്ലാത്തിനും അതിൻ്റേതായ ഡിസിപ്ലിനൊക്കെ നമുക്ക് പാലിക്കേണ്ടി വരും. ഒരു റിട്ടയർ ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പുതിയ ടയറിട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ആക്റ്റീവായി നമുക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതെല്ലാം പൂർണ്ണമായി പാലിക്കാൻ പറ്റുന്ന ഒരു ടൈമായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. ചടങ്ങിൽ വിരമിക്കുന്ന VT റോയ് തോമസിനെ പൊന്നാട അണിയിച്ചു മൊമന്റോ നൽകി ആദരിച്ചു. ASTO മധു സ്വാഗതം പറഞ്ഞു. STO ഓഫീസർ നിതീഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ASTO അനിൽകുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷിബു, ഹോംഗാർഡ്മാരായ ചെറിയാൻ, നാരായണൻകുട്ടി, ബാബു, ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ അഭിജിത്ത്, ക്ലബ് സെക്രട്ടറി രോഹിത് എന്നിവർ ആശംസ സംസാരിച്ചു. ചടങ്ങിൽ റിട്ടയർ ചെയ്ത ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ റോയ് തോമസ് മറുപടി പ്രസംഗം നടത്തി. അറിയാം, നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ 1400 ചില്ലാനൊക്കെ കിട്ടുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അത് കിട്ടുമെന്നുള്ളത്. അവിടെ സെക്രട്ടേറിയറ്റിലൊക്കെ 100 എന്തൊക്കെ ചെയ്തിട്ട് കുറേ പേര് ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മളൊന്നും അറിയില്ല. പക്ഷേ നമുക്കത് ജോലി കിട്ടി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ജോലി കിട്ടിയതിലും ഇതുവരെ എത്തിയതിലും കുടുംബാംഗങ്ങളോട് ഇത്രയും എത്തിയതിൽ സർവേഷനോട് നന്ദി പറയുന്നു. വേറെ ഇന്നിപ്പോൾ കാലത്ത് കഴിഞ്ഞപ്പോൾ ബൈക്ക് പറയാം, നാളെ മുതൽ ആള് RF ഞാൻ HG ആണ്. ഞാൻ ചെട്ടിപ്പോയി. ഞാൻ എത്ര കേൾപ്പെട്ടു. അപ്പോൾ അതുപോലെ ഇത്രയും കാലാവസ്ഥ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അതും ദൈവാനുഗ്രഹം തന്നെ. സാറ് GF സാറ് അങ്ങനെ വരാറില്ല പാർട്ടിക്ക്. വന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഇത്രയും ഒരുക്കി തന്നതിലും ഇങ്ങനെ ആദരിച്ചതിലും എല്ലാവരോടും ക്ലബ്ബാംഗങ്ങളോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.